ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സിൻ്റെ സെക്കൻഡ് ഹെഡായിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഹൗസ് പ്രോപ്പർട്ടി ഈസ് ദ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻകം ടാക്സ് പർപ്പസ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 ഹെഡ്സിൻ്റെ ബേസിലാണ്. അതിലെ സെക്കൻഡ് ഹെഡാണ് income from house property. Rental income from property being building or land appurtenant of the taxpayer is charged under the head income from house property. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അസസ്സിയുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ചാർജ് ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിലാണ്. അതായത് ആ വ്യക്തിയുടെ ബിൽഡിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ബിൽഡിങ്ങിനോട് അനുബന്ധിച്ചിട്ടുള്ള ലാൻഡിൽ നിന്നോ ലഭിക്കുന്ന ഇൻകം കാണിക്കേണ്ടത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിലാണ്. നെക്സ്റ്റ് ടോപ്പിക് കണ്ടീഷൻസ്. അതായത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ഇൻകം ചാർജ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ദ ഹൗസ് പ്രോപ്പർട്ടി ഷുഡ് കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർട്ടനൻറ്റ് ദെയർ ടു. അതായത് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിലൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ഒരു ലാൻഡ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ദ ടാക്സ് പെയർ ഷുഡ് ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. അതായത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത് അസസി അല്ലെങ്കിൽ ടാക്സ് പെയർ ആയിരിക്കണം. തേർഡ് കണ്ടീഷൻ, ദ ഹൗസ് പ്രോപ്പർട്ടി ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി അസസിയുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ക്യാരി ചെയ്യുന്നതോ ആവരുത്. ഇത് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പം അതിൽ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ഭൂമിയോ ഉണ്ടായിരിക്കണം. ടാക്സ് പെയർ തന്നെ ആയിരിക്കണം ഈ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി യാതൊരു കാരണവശാലും ടാക്സ് പെയറുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ക്യാരി ചെയ്യുന്നതാവരുത്. നെക്സ്റ്റ്, ഗ്രോസ് ആനുവൽ വാല്യൂ. Tax under income from house property is not levied on the rent of the property, but it is on the capacity of a property to earn income. Such earning capacity is termed as annual value. From house property ഹെഡിൽ ടാക്സ് ചാർജ് ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടിയുടെ ഏണിംഗ് കപ്പാസിറ്റിയുടെ ബേസിലാണ്. ആ ഏണിംഗ് കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണ് ആനുവൽ വാല്യൂ. നെക്സ്റ്റ്, നെറ്റ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ്, ഇൻക്ലൂഡ് സർവീസ് ടാക്സ്, ഫയർ ടാക്സ്, വാട്ടർ ടാക്സ് ഇവയൊക്കെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന എമൗണ്ടിനാണ് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഡിറ്റർമിനേഷൻ ഓഫ് ആനുവൽ വാല്യൂ. അതായത് ആനുവൽ വാല്യൂ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാമെന്ന് നോക്കാം. ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് ആക്ച്വൽ റെൻറ്റ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റെൻറ്റ് റിസീവ്ഡ് ബൈ ദി ഓണർ ഫ്രം ദി ടെനൻറ്റ് ഇൻ റിലേഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഓണർക്ക് അല്ലെങ്കിൽ അസസിക്ക് ടെനൻറ്റിൻ്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന റെൻറ്റിനെയാണ് ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ഓർ MRV. ഇറ്റ് ഈസ് എ വാല്യൂ ഡിറ്റർമിൻഡ് ബൈ ദി മുനിസിപ്പൽ അതോറിറ്റീസ്. അതായത് മുനിസിപ്പൽ അതോറിറ്റീസ് ഒരു പ്രോപ്പർട്ടിക്ക് നിശ്ചയിച്ചിരിക്കുന്ന വാല്യൂ ആണ് MRV എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. നെക്സ്റ്റ്, fair rental value or FRV. Fair rental value refers to the rent charged on similar type of property located in the same locality. അതായത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതേ നേച്ചറിലുള്ള പ്രോപ്പർട്ടിക്ക് ആ ലൊക്കാലിറ്റിയിൽ ലഭിക്കുന്ന റെൻറ്റിനെയാണ് FRV ഓർ ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ SRV. റെൻ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഒരു പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ ഭൂമിക്കോ നിശ്ചയിച്ചിരിക്കുന്ന വാല്യൂവിനെയാണ് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ SRV എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ഓർ ERV. ഇറ്റ് ഈസ് ദ റീസണബിൾ റെൻ്റ് ഓർ നോഷണൽ റെൻ്റ്. ഈ 5 കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേഷൻ തൊട്ടാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ ഓർ GAV. ശ്രദ്ധിക്കുക, ഹയർ ഓഫ് A ആൻഡ് B. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഹയർ വാല്യൂവിനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ആക്ച്വൽ റെൻറ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് റെൻറ്റ്. ആക്ച്വൽ റെൻറ്റും എക്സ്പെക്റ്റഡ് റെൻറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ ഹയർ വാല്യൂ അതിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്.
ഈസ് ആക്ച്വൽ റെൻറ്റ് ഓർ എക്സ്പെക്റ്റഡ് റെൻറ്റ് വിച്ച് എവർ ഈസ് ഹൈ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ GAV എന്ന് പറയുമ്പോൾ ആക്ച്വൽ റെൻറ്റ് ഓർ എക്സ്പെക്റ്റഡ് റെൻറ്റ് വിച്ച് എവർ ഈസ് ഹയർ. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആക്ച്വൽ റെൻറ്റ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. എക്സ്പെക്റ്റഡ് റെൻറ്റ് പല ക്വസ്റ്റ്യനും തരാറില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതിന് യൂസ് ചെയ്യേണ്ടത് മറ്റൊരു റൂളാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഇത് നമുക്ക് 2 സ്റ്റെപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് MRVയും FRVയും കൂടെ കമ്പയർ ചെയ്യുക. അതായത് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ഫെയർ റെൻ്റൽ വാല്യൂ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ ഹയർ വാല്യൂ അതാദ്യം നമ്മൾ സ്റ്റെപ്പ് 1 ടേക്ക് ചെയ്യുക. ഇനി ക്വസ്റ്റ്യനകത്തിൽ SRV തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് 2 ആയിട്ട് ആദ്യത്തെ സ്റ്റെപ്പിലെടുത്ത ഹയർ വാല്യൂ SRVയും കൂടെ കമ്പയർ ചെയ്യുക. അതിലെ ലെസർ വാല്യൂ ആയിരിക്കണം ടേക്കൺ ചെയ്യേണ്ടത്. ഒന്നുകൂടി പറയാം. സ്റ്റെപ്പ് 1 MRVയും FRVയും കൂടെ കമ്പയർ ചെയ്യുക, ഹയർ വാല്യൂ എടുക്കുക. അതിനുശേഷം ക്വസ്റ്റ്യനിൽ SRV തന്നിട്ടുണ്ടെങ്കിൽ SRVയുമായിട്ട് കമ്പയർ ചെയ്യുക. അതിലെ ലെസർ വാല്യൂ ആയിരിക്കും എക്സ്പെക്റ്റഡ് ട്രെൻഡായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇനി SRV തന്നിട്ടില്ല എങ്കിൽ MRVയും FRVയും ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലെ ഹയർ വാല്യൂ ആയിരിക്കും എക്സ്പെക്റ്റഡ് ട്രെൻഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പ്രോബ്ലം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു കാൽക്കുലേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ടോപ്പിക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് GAV കാൽക്കുലേറ്റ് ചെയ്യുക. GAV എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. GAV കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മുനിസിപ്പൽ ടാക്സ്, അൺറിയലൈസ്ഡ് റെൻറ്റ് ഇവയുണ്ടെങ്കിൽ ലെസ് ചെയ്യാം. മുനിസിപ്പൽ റെൻറ്റും അൺറിയലൈസ്ഡ് റെൻറ്റും ലെസ് ചെയ്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന വാല്യൂ ആണ് നെറ്റ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ NAV എന്ന് പറയുന്നത്. ഈ NAVയിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%, നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30% ലെസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. കൂടാതെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലുള്ള ലോൺ ഉണ്ടെങ്കിൽ അത് 5 വർഷം കൊണ്ടാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ അതായത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലുള്ള ലോൺ എമൗണ്ടിൻ്റെ 1/5 ആയിരിക്കണം നമ്മളിവിടെ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഇതും ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് GAV ആണ്. ക്വസ്റ്റ്യനെ തന്നിട്ടില്ലെങ്കിൽ GAV കണ്ടുപിടിക്കുക. അതിനുശേഷം മുനിസിപ്പൽ ടാക്സ്, അൺറിയലൈസ്ഡ് റെൻറ്റ് ഇവയുണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുക. അതിനുശേഷം ലഭിക്കുന്ന വാല്യൂ ആണ് നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള 30% ഡിഡക്റ്റ് ചെയ്യണം. അതായത് നെറ്റ് ആനുവൽ വാല്യൂ ആയിട്ട് ലഭിക്കുന്ന എമൗണ്ടിൻ്റെ 30% ആണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. കൂടാതെ കറണ്ട് ഇയറിലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ഇനി പ്രീ കൺസ്ട്രക്ഷൻ പീരീഡുള്ള ലോൺ ഉണ്ടെങ്കിൽ 5 വർഷമായിട്ടാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ 1/5 ആയിരിക്കണം ഇവിടെ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇനി ഒരു പ്രോബ്ലം നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ എക്സ്പെക്റ്റഡ് റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ആദ്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. ഗ്രോസ് മുനിസിപ്പൽ വാല്യൂ അല്ലെങ്കിൽ MRV എന്ന് പറയുന്ന ഹൗസ് 1ന് 10,000ഉം ഹൗസ് 2ന് 12,000ഉമാണ്. ഫെയർ റെൻ്റ് അല്ലെങ്കിൽ FRV എന്ന് പറയുന്നത് 8,000ഉം 16,000ഉമാണ്. സ്റ്റാൻഡേർഡ് റെൻ്റ് അല്ലെങ്കിൽ SRV എന്ന് പറയുന്നത് 10,000ഉം 14,000ഉമാണ്. എക്സ്പെക്റ്റഡ് റെൻ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2 സ്റ്റെപ്പായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ MRVയും FRVയും ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഹയർ വാല്യൂ ആണ് എടുക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൗസ് 1ന് 10,000ഉം 8,000ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 10,000 ആണ് ഹയർ വാല്യൂ. അപ്പോൾ സ്റ്റെപ്പ് 1 ഹയർ വാല്യൂ എന്ന് പറയുന്നത് 10,000. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 ഹയർ വാല്യൂയും SRV തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമ്പയർ ചെയ്യുക. SRVയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ലോവർ വാല്യൂവിനെയാണ് എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1 ഹയർ വാല്യൂ 10,000, SRV 10,000. രണ്ടും സെയിം എമൗണ്ട് തന്നെ ആയതുകൊണ്ട് നമുക്ക് 10,000 തന്നെ എടുക്കാം എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഹൗസിൻ്റെ എക്സ്പെക്റ്റഡ് റെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് MRV ഓർ FRV വിച്ച് എവർ ഈസ് ഹയർ. അതായത് 12,000ഉം 16,000ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ വാല്യൂ എന്ന് പറയുന്നത് 16,000 ആണ്.
സ്റ്റെപ്പ് 2 ആയിട്ട് SRV ആയിട്ട് കമ്പയർ ചെയ്യുക. SRV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 16,000 ഓർ 14,000. അപ്പം അതിലെ ലോവർ വാല്യൂ എന്ന് പറയുന്നത് 14,000 ആണ്. അപ്പോൾ ഹൗസ് 1-ന് 10,000-ഉം ഹൗസ് 2-ന് 14,000-ഉമാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ്. പ്രോബ്ലം മനസ്സിലാകാത്തവർ ആദ്യം റൂള് ഒന്നുകൂടെ പോയി ക്ലിയർ ചെയ്തതിന് ശേഷം പ്രോബ്ലം മനസ്സിലാക്കിയെടുക്കണം. നെക്സ്റ്റ് ടോപ്പിക്, കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ ഡിഫറെൻറ്റ് കേസസ്. ഫസ്റ്റ്, GAV of house property which is let and was vacant during the whole or part of the previous year. അതായത് ഹൗസ് പ്രോപ്പർട്ടി പ്രീവിയസ് ഇയറിൽ മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ വേക്കൻ്റ് ആണെങ്കിൽ GAV എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വേക്കൻറ്റ് ഡ്യൂറിങ് എനി പാർട്ട് ഓഫ് ദി ഇയർ, അതായത് പ്രീവിയസ് ഇയറിൽ കുറച്ച് നാൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ GAV വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ദ റെൻറ്റ് ഓഫ് ദി വേക്കൻസി പീരീഡ്. അതായത് GAV എന്ന് പറയുന്നത് വേക്കൻസി പീരീഡിലുള്ള റെൻറ്റ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന വാല്യൂ ആയിരിക്കും. ഇനി വേക്കൻറ്റ് ഫോർ ദ ഹോൾ ഇയർ, അതായത് വർഷം മുഴുവൻ, അതായത് പ്രീവിയസ് ഇയർ മുഴുവനും വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നില്ലായിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. നെക്സ്റ്റ്, ഗ്രോസ് ആനുവൽ വാല്യൂ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി, അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ നില്ലായിരിക്കും. Next topic, unrealized rent. It is the rent not paid by the tenant in a particular financial year. The rent is due but the tenant has not paid the rent of any reason. Such irrecoverable rent may be allowed as deduction. അതായത് പ്രീവിയസ് ഇയറിൽ ടെനൻറ്റ് ഓണർക്ക് റെൻറ്റ് നൽകിയിട്ടില്ലെങ്കിൽ, അതായത് റെൻറ്റ് ഡ്യൂ ആയി ഒരു റീസണുമില്ലാതെ ടെനൻറ്റ് റെൻറ്റ് ഇതുവരെ ഓണർക്ക് നൽകിയിട്ടില്ല, അങ്ങനെയുള്ള റെൻറ്റിനെയാണ് അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറയുന്നത്. അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിരിക്കണം. നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം ദ ഫോളോവിങ് ഇൻഫർമേഷൻ. മുനിസിപ്പൽ വാല്യൂ ഓഫ് ദി ഹൗസ് 18,000 പെർ ആനം. മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് MRV ആണ്. നെക്സ്റ്റ്, ഫെയർ റെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ FRV എന്ന് പറയുന്നത് 17,500. ദെൻ ആക്ച്വൽ റെൻറ്റ് 2,000 പെർ മന്ത്. മുനിസിപ്പൽ ടാക്സ് 3,000 പെർ ആനം. കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ് വാസ് കംപ്ലീറ്റഡ് ഓൺ 1/4/2021. ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 1/4/2021 ദ ഹൗസ് വാസ് ലെറ്റ് ഔട്ട് ഫോർ ദ പീരീഡ് ഓഫ് 1st April 2022 to 31st December 2022. It was self-occupied on 1/1/2023 onwards. Then fire insurance premium 1,800, land revenue 3,000, interest on loan for the period 1/4/2019 to 22, 22,500, 1/4/2022 to 31/3/2023 7,500. ഇനി ക്വസ്റ്റ്യൻ്റെ ഒരു സമ്മറി ഞാൻ പറയാം. അതായത് MRV മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇയർലി 18,000 ആണ്. FRV തന്നിട്ടുണ്ട് 17,500 ആണ്. ആക്ച്വൽ റെൻറ്റ് തന്നിരിക്കുന്നത് 2,000 പെർ മന്ത്, അതായത് ഒരു മാസം 2,000 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് 24,000 വരണം. മുനിസിപ്പൽ ടാക്സ് 3,000 ആണ് വർഷത്തിൽ വരുന്നത്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് 2021 ഇനി ഈ ഹൗസ് ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് 2022 ഏപ്രിൽ 1 തൊട്ട് ഡിസംബർ 2022 വരെയാണ്. ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെ ഏകദേശം 9 months ആണ് വരുന്നത്. അതിനുശേഷം ആ പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അതായത് ജനുവരി ടു മാർച്ച് 2023 വരെ സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ GAV നില്ലായിരിക്കും. കൂടാതെ ഫയർ ഇൻഷുറൻസ് പ്രീമിയം, ലാൻഡ് റവന്യൂ ഒക്കെ തന്നിട്ടുണ്ട്. ഇത് സാധാരണയായിട്ട് ഹൗസ് പ്രോപ്പർട്ടി ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ചെയ്യാറില്ല. എന്നാൽ ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കാറുണ്ട്, ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. അതായത് 1/4/2019 to 22 വരെ എന്ന് പറയുന്നത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ലോണാണ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ 5 വർഷമായിട്ടാണ് നമ്മളത് ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 22,500ൻ്റെ 1/5 പോർഷൻ മാത്രം നമ്മളിവിടെ ഡിഡക്റ്റ് ചെയ്താൽ മതി. 2022-23 കാലയളവിലെ അല്ലെ പ്രീവിയസ് ഇയറിലെ ലോൺ എന്ന് പറഞ്ഞാൽ 7,500 ആണ്. ആ എമൗണ്ട് മുഴുവനായിട്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്.
ക്വസ്റ്റ്യൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എക്സ്പെക്റ്റഡ് ട്രെൻഡ് അല്ലെങ്കിൽ GAVയുടെ കാൽക്കുലേഷൻ തൊട്ടുള്ള ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്കുക. പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഫോർമാറ്റ് ഇവിടെ തന്നിരിക്കുകയാണ്. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് GAV ആണ്. GAVയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ അതും ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ ലഭിക്കും. അതിൽ നിന്ന് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഡിഡക്റ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുക. കൂടാതെ പ്രീ കൺസ്ട്രക്ഷൻ ലോൺ ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ 1/5 ഡിഡക്റ്റ് ചെയ്യുക. ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന വാല്യൂ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം GAV കണ്ടുപിടിക്കണം. GAV എന്ന് പറയുന്നത് ആക്ച്വൽ റെൻറ്റും എക്സ്പെക്റ്റഡ് റെൻറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ഹയർ വാല്യൂ ആയിരിക്കും. ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഡയറക്റ്റായിട്ട് തരാത്തത് കൊണ്ട് ആദ്യം നമ്മൾ MRVയും FRVയും കൂടെ കമ്പയർ ചെയ്യുക. അതിലെ ഹയർ വാല്യൂ എടുക്കുക. അതിനുശേഷം SRVയുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിലെ ലോവർ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ MRV 18,000, FRV 17,500. ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത് 1 April 2022 തൊട്ട് 31 December 2022 വരെ 9 months ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2000 × 9 = 18,000 ആണ് ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് GAV കാൽക്കുലേറ്റ് ചെയ്യാം. റൂൾ അനുസരിച്ച് MRV or FRV whichever is higher is 18,000 or 17,500 whichever is higher. ഹയർ വാല്യൂ എന്ന് പറയുന്നത് 18,000 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ SRV തന്നിട്ടുണ്ടെങ്കിൽ SRVയുമായിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ SRV ഇല്ല. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് 18,000 ആണ്. ഇനി നമുക്ക് GAV നോക്കാം. GAV എന്ന് പറയുന്നത് ആക്ച്വൽ റെൻറ്റ് ഓർ എക്സ്പെക്റ്റഡ് റെൻറ്റ് വിച്ച് എവർ ഈസ് ഹയർ. അതായത് ഇവിടെ ആക്ച്വൽ റെൻറ്റിൻ്റെ വാല്യൂയും എക്സ്പെക്റ്റഡ് റെൻറ്റിൻ്റെ വാല്യൂയും 18,000 ആയതുകൊണ്ട് GAV 18,000 തന്നെയാണ്. GAVയുടെ വാല്യൂ ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാം. GAV 18,000. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഫോർമാറ്റ് പ്രകാരം 3,000 ആണ് മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സും ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാല്യൂ ആണ് 15,000. ദാറ്റ് ഈസ് നെറ്റ് ആനുവൽ വാല്യൂ. ഇന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് 30% ലെസ് ചെയ്യേണ്ടതാണ്. അതായത് 15,000ൻ്റെ 30%, ദാറ്റ് ഈസ് 4,500. കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദ പ്രീവിയസ് ഇയർ 7,500. ഈ കൺസ്ട്രക്ഷൻ പീരീഡിൽ ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ 1/5 ആയിരിക്കണം ഡിഡക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ ലോൺ എന്ന് പറയുന്നത് 22,500. അതിൻ്റെ 1/5 പോർഷൻ എന്ന് പറയുന്നത് 4,500. ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഈ 3 വാല്യൂസും ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1,500 ആണ്. അതായത് നെറ്റ് ആനുവൽ വാല്യൂ ആയ 15,000ൽ നിന്ന് 3 വാല്യൂസും ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1,500 ലോസ് ആണ് ലഭിക്കുന്നത്. അതായത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.